നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഇൻട്രാഡേ ബേസ്ഡ് ഉള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി നിങ്ങൾ ഇൻട്രാഡേ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ചെയ്യുന്ന ഇൻട്രാഡേ സ്ട്രാറ്റജിയുടെ കൂടെ ഇൻട്രാഡേ ഡിസിപ്ലിൻ്റെ കൂടെ ഈ പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നി. ശരിക്കും അതിൻ്റെ പുറത്താണ് ഏതാനും ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആ പോയിൻറ്റ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇക്വിറ്റി എഫക്ട്സ് എന്ന് പറയുന്ന നമ്മുടെ ചാനലിൽ ഒരു ജോയിൻ ബട്ടൺ സ്റ്റാർട്ട് ചെയ്യുവാണ്. ഓൾറെഡി ജോയിൻ ബട്ടൺ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് വിത്തിൻ 2 days എയർ ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോയുടെ ഹെഡിങ് എന്നാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സർവീസസ് എന്ന് വെച്ചാൽ ഫോർ എക്സാമ്പിൾ സ്റ്റോക്ക് ഓഫ് ദി മന്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ലേണിംഗ് സ്റ്റോക്ക് ഓഫ് ദി മന്ത്, നെക്സ്റ്റ് 2 weeks നിങ്ങൾക്ക് ലേണിംഗ് സ്റ്റോക്ക് ഫോർ ദി നെക്സ്റ്റ് 2 weeks. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലിൽ ഇപ്പം ഞാൻ സാധാരണ സ്മോൾ ക്യാപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണല്ലേ റിസൾട്ട് സീസണിൽ പറയുന്നത്. അപ്പോൾ പുതിയ നമ്മൾ ഇക്വിറ്റി എഫക്ട്സ് ട്രെൻഡ്സ് എന്നുള്ള ഒരു ആ ജോയിൻ ബട്ടണിൽ ചേരുമ്പോൾ വരുന്ന ആ ചാനലിൽ ഞാൻ കൂടുതലായിട്ടും സ്മോൾ ക്യാപ്പ് മാത്രമല്ല ലാർജ് ക്യാപ്പും മിഡ് ക്യാപ്പും കൂടെ നല്ല റിസൾട്ട് എന്ന ആ ഒരു കാറ്റഗറിയും കൂടെ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ന്യൂസുകളെക്കുറിച്ചുള്ള കണ്ടൻറ്റ്സ്, അതുപോലെ തന്നെ സ്പെസിഫിക് സ്റ്റോക്ക് അനാലിസിസുകൾ, ശരിക്കും ഇങ്ങനെ കുറേ കണ്ടൻറ്റ്സ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് വീഡിയോ ഇക്വിറ്റി എഫക്ട്സ് ട്രെൻഡ്സ് എന്നുള്ള ആ ഒരു സെഷനിലേക്ക് ഫസ്റ്റ് വീഡിയോ വിത്തിൻ 2 days എയർ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായും നിങ്ങളൊക്കെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ നല്ലൊരു റിസൾട്ട് കിട്ടുവാണെങ്കിൽ കൂടുതൽ കണ്ടൻറ്റ്സ് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഒരു സഹകരണം, നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഇൻട്രാഡേക്ക് വേണ്ട കുറച്ച് ഇൻപുട്സ് ആണ്. ഫസ്റ്റ് ഇൻപുട്ട് എന്താണെന്ന് വെച്ചാൽ സാധാരണ നിഫ്റ്റി മോർണിംഗിൽ ഓപ്പൺ ചെയ്യുന്നത് തലേദിവസം US ക്ലോസിങ്ങുമായിട്ട് ബേസ്ഡ് ആയിരിക്കും. ഏർലി മോർണിംഗിൽ ഓപ്പൺ ചെയ്യുന്ന ബാക്കിയുള്ള ഏഷ്യൻ മാർക്കറ്റ്സ് ലൈക്ക് SGF നിഫ്റ്റി അല്ലെങ്കിൽ ചൈനീസ് മാർക്കറ്റ്, ജപ്പാൻ മാർക്കറ്റിൻ്റെ ഒക്കെ ഒരു പൊസിഷനെ നോക്കിയാണ് സാധാരണ നിഫ്റ്റിയുടെ ഫസ്റ്റ് സെഷൻ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ശരിക്കും അത് കഴിഞ്ഞിട്ട് പതുക്കെ ഡേ പ്രോഗ്രസീവ് US ഫ്യൂച്ചേഴ്സ്, US മാർക്കറ്റ്സ്, അതുപോലെ തന്നെ യൂറോപ്പ് മാർക്കറ്റെല്ലാം ഓപ്പൺ ചെയ്യും. നെക്സ്റ്റ് സെഷൻ പിന്നെ ട്രേഡ് നിഫ്റ്റിയിൽ ബേസിക്കലി US ഫ്യൂച്ചേഴ്സിൽ നിന്നും അല്ലെങ്കിൽ യൂറോപ്പ് മാർക്കറ്റിൽ നിന്നുള്ള സിമ്പിൾസിനെ ബേസ് ചെയ്താണ് അടുത്ത സെഷൻ ട്രേഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഓരോ സെഷനിലും വരുന്ന വ്യത്യാസങ്ങൾ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലുള്ള വ്യതിയാനങ്ങൾ ഓരോ ദിവസം നിങ്ങൾ തീർച്ചയായും ഓരോ മണിക്കൂറിൽ മനസ്സിലാക്കണം. അതിന് investing.com നിങ്ങൾ മൊബൈലിലേക്ക് നിങ്ങൾ ഇട്ടാൽ മതി. ശരിക്കും investing.com ഇടുമ്പോഴത്തേക്കും അതിൻ്റെ തന്നെ പേജ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഡേ ടൈമിലുള്ള ഏഷ്യൻ മാർക്കറ്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിലും അല്ലെങ്കിൽ US ഫ്യൂച്ചേഴ്സിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഓപ്പണിംഗ് കഴിഞ്ഞുള്ള ഡീറ്റെയിലൊക്കെ നമ്മുടെ നിഫ്റ്റിയുടെ ടൈമിലുള്ള ഓപ്പണിങ്സ് വർക്ക് ചെയ്യുന്ന മാർക്കറ്റിൽ എന്താണ് നടക്കുന്നതിനെക്കുറിച്ചുള്ള ലൈവ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. തീർച്ചയായും നിഫ്റ്റിയിൽ ഉള്ള ചേഞ്ചസിനെ അത് ബാധിക്കാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. ശരിക്കും ഇത് ബാധിക്കാത്ത ദിവസങ്ങളുമുണ്ട്, അത് വേറെ വശം. എങ്കിലും ബാധിക്കാനുള്ള സാധ്യത വേൾഡ് മാർക്കറ്റല്ലേ, എപ്പോഴും വേൾഡ് മാർക്കറ്റ് നിഫ്റ്റിയെ ബാധിക്കുന്ന സാധ്യത എപ്പോഴും കൂടുതലാണ്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ബാക്കിയുള്ള പോയിന്റ്സ് ഞാൻ പ്രസൻറ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങളെ. ഫ്രണ്ട്സ്, ഇക്വിറ്റി എഫക്ട്സ് ട്രെൻഡ്സ് എന്നുള്ള ജോയിനിങ് ബട്ടൺ വെച്ച് കയറാൻ നേരത്ത് ആദ്യം എയർ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇൻട്രാഡേ എക്സലന്റ് ഇൻഡിക്കേറ്റർ ആൻഡ് സ്ട്രാറ്റജി എന്നുള്ള ഒരു സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഫ്രണ്ട്സ്, ബെഞ്ച് മാർക്സ് എന്നാണ് നമ്മുടെ ടെലഗ്രാമിൻ്റെ പേര്. നമുക്ക് ഇക്വിറ്റി എഫക്ട്സ് എന്ന പേരിൽ നമുക്ക് യാതൊരുവിധ ടെലഗ്രാമും നിലവിലില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ആദ്യം നോക്കേണ്ടത് EMA 10 മേളിൽ ഡേ ടൈം ഫ്രെയിമിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് ആയിരിക്കണം. സ്റ്റോക്കിന്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എപ്പോഴും നമ്മൾ ഇൻട്രാഡേക്ക് മൊമെന്റമുള്ള സ്റ്റോക്ക്, അപ്പ് റൺ ചെയ്യുന്ന സ്റ്റോക്ക്, സ്ട്രോങ് ആയിട്ട് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക്, ഇത് മൂന്നുമാണ് വേണ്ടത്. EMA 10 എന്ന് പറഞ്ഞാൽ മൊമെന്റത്തിന്റെ ഒരു ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ഗേജ് ചെയ്യുന്ന മൂവിങ് ആവറേജ് ആണ്. നമ്മൾ എടുക്കുന്ന സ്റ്റോക്ക് EMA 10 മേളിൽ കമ്പൽസറി ആയിട്ടായിരിക്കണം. EMA 10 മേളിൽ ട്രെൻഡ് ചെയ്യുന്ന സ്റ്റോക്ക് ആയിരിക്കണം. അത് കഴിവതും EMA 10 ടച്ച് ചെയ്യാതെ നിൽക്കുന്ന സ്റ്റോക്ക് ആണെങ്കിൽ അത് ഫാർ ബെറ്റർ ആണ്. ശരിക്കും അപ്പം ഇവിടെ നമ്മളിത് കണ്ടത് ഈ ദിവസത്തെ ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്തത് EMA 10 മേളിലാണ്. EMA 10 അത് EMA 10 ടച്ച് ചെയ്ത് നിൽക്കുന്ന ക്യാൻഡിലാണ്. നെക്സ്റ്റ് ഡേ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നു. ആ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? EMA 10 ടച്ച് ചെയ്യാതെ തന്നെ സ്റ്റോക്ക് ഗ്യാപ്പ് അപ്പ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഓപ്പൺ ചെയ്ത് പോയി. ഇങ്ങനത്തെ സ്റ്റോക്കിൽ വേണം നമ്മൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യാൻ. കാര്യം അങ്ങനത്തെ സ്റ്റോക്കിൽ മൊമെന്റം ഉണ്ട്, സ്റ്റോക്ക് അപ് ട്രെൻഡിലാണ് ആൻഡ് സ്ട്രോങ് അപ് ട്രെൻഡിലാണ്. ശരിക്കും അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം റേഞ്ച് ബ്രേക്ക് ഔട്ട് കഴിഞ്ഞു നിൽക്കുന്ന സ്റ്റോക്കുകൾ വേണം ശ്രദ്ധിക്കാനായിട്ട്.
റേഞ്ച് ബ്രേക്കൗട്ട്. അത് നമ്മൾ ഇൻട്രാഡേ ആയതുകൊണ്ട് നമുക്ക് 30 മിനിറ്റ്സിലോ 50 മിനിറ്റ്സ് ബ്രേക്കൗട്ടോ നമുക്ക് നോക്കാൻ പറ്റും. ചില കേസിൽ ചിലപ്പോൾ 1 അവർ കഴിഞ്ഞായിരിക്കും റേഞ്ച് ബ്രേക്കൗട്ട് വരുന്നത്. ശരിക്കും ചിലപ്പോൾ 9:15 കിട്ടിയും ചിലപ്പോൾ 12 മണി കിട്ടിയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 2 മണിക്കായിരിക്കും കിട്ടുന്നത്. ശരിക്കും അപ്പം ഏത് ടൈം ഫ്രെയിം കിട്ടും എന്നുള്ളത് നമ്മൾ തലേദിവസം രാത്രിയിൽ ഇങ്ങനത്തെ സ്റ്റോക്കുകൾ നമുക്കൊരു ബാറ്റ് ലിസ്റ്റ് കമ്പൽസറി ആയിട്ട് വേണം. ആ ബാറ്റ് ലിസ്റ്റിൽ ഏതെല്ലാം സ്റ്റോക്കുകളാണ് റേഞ്ച് ബ്രേക്കൗട്ട് വന്ന് കിടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നല്ലൊരു തലേദിവസം രാത്രി വർക്ക് ചെയ്ത് നമുക്ക് ആധികാരികമായിട്ടുള്ള ഒരു അറിവ് വേണം. ആ സ്റ്റോക്കുകൾ മാത്രമേ നെക്സ്റ്റ് ഡേ നിങ്ങൾ ക്ലോസ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം എല്ലാ സ്റ്റോക്കും ഫോളോ ആയിട്ടുള്ള സമയം നിങ്ങൾക്ക് കിട്ടത്തില്ല. ഈ സ്റ്റോക്കുകൾ ബ്രേക്കൗട്ട് കഴിഞ്ഞിട്ട് കിടക്കുന്ന സ്റ്റോക്കുകൾ ശരിക്കും ഇങ്ങനത്തെ സ്റ്റോക്കുകൾ ഈ ഒരു സ്ട്രക്ചറുമാണ് നിങ്ങൾ ഫസ്റ്റ് ഫോക്കസ് ചെയ്യാനായിട്ട്. ഞാൻ ബ്രേക്കൗട്ടിൽ ട്രേഡ് എടുക്കണമെന്ന് പറയാറില്ല. ഇങ്ങനത്തെ സ്ട്രക്ചർ തലേദിവസം രാത്രി കിട്ടുവാണെങ്കിൽ, അല്ല നിങ്ങൾ ഡേ ടൈം ഫ്രെയിമിൽ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ 30 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുവാണെങ്കിൽ, അല്ല 50 മിനിറ്റ്സ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾ നേരെ തന്നെ 5 മിനിറ്റിലേക്ക് മാറുക. 5 മിനിറ്റ് മാറി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അവിടെ നിന്നുള്ള പുൾ ബാക്ക് ക്യാൻഡിൽസ് കാണാൻ പറ്റും. പുൾ ബാക്ക് ക്യാൻഡിൽ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പുൾ ബാക്ക് ക്യാൻഡിലിന്റെ താഴെ വിക്ക് ഉണ്ടോ നോക്കുക. ആ വിക്കാണ് ബൈങ് ഡിമാൻഡിനെ കാണിക്കുന്നത്. ആ പുൾ ബാക്ക് ബാങ്കിന്റെ താഴെ വിക്ക് ഉണ്ടെങ്കിൽ ആ വിക്ക് കഴിഞ്ഞ ശേഷം വരുന്ന ഫസ്റ്റ് ബ്രേക്കൗട്ട് ഇത് തീർച്ചയായും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്ന ഒരു ബ്രേക്കൗട്ടാണ് ശരിക്കും. പ്രൊവൈഡഡ് ആ ക്യാൻഡിൽ വോളിയം കമ്പൽസറി ആയിട്ട് ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ 30 മിനിറ്റ്സ് കഴിഞ്ഞ് ബ്രേക്കൗട്ട് കഴിഞ്ഞ് കിടക്കുന്ന സ്റ്റോക്കുകളെ ലൊക്കേറ്റ് ചെയ്യുന്നു. അവിടെ ലൊക്കേറ്റ് ബ്രേക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 5 മിനിറ്റ്സിലേക്ക് മാറ്റുന്നു. അവിടെ നമ്മൾ പുൾ ബാക്കിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, പുൾ ബാക്ക് ക്യാൻഡിൽസും പുൾ ബാക്ക് അതിൻ്റെ അകത്തുള്ള വോളിയം വളരെ വീക്ക് ആയിരിക്കണം, വളരെ വീക്ക് വോളിയം ആയിരിക്കണം. കണ്ട് ഇവിടെ വോളിയം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എസ്കലേഷനല്ല, കുറഞ്ഞുകൊണ്ടിരിക്കുന്ന വോളിയംസ് ആണ്. താഴെ സ്ട്രോങ് ആയിട്ടുള്ള വിക്ക് കാണിക്കുന്നത് ബൈയെ കാണിക്കുന്നതാണ്. ഇത് ഈ ക്യാൻഡിൽ നോക്കാം, ഇത് പ്യുവർ ബൈയെ കാണിക്കുന്ന ക്യാൻഡിലാണ്. കാര്യം സ്റ്റോക്ക് ഈ ലെവലിൽ താഴെ വന്നതിന് ശേഷം സ്ട്രോങ് ആയിട്ട് ബയേഴ്സ് സ്റ്റോക്കിനെ നേരെ മുകളിലേക്ക് കൊണ്ടുപോയി ക്ലോസ് ചെയ്ത് വെച്ചിരിക്കും. നെക്സ്റ്റ് ഡേ ആ 30 മിനിറ്റ്സിൽ ഇവിടെ ബ്രേക്കൗട്ട് വന്നു, ഇവിടെ പുൾ ബാക്ക് കംപ്ലീറ്റ് ചെയ്തു, ഒരൊറ്റ കയറ്റം കെട്ടി സ്റ്റോക്ക്. ഇങ്ങനത്തെ സ്ട്രക്ചറുള്ള സ്റ്റോക്കുകളെ തലേദിവസം രാത്രി കണ്ടുപിടിച്ച് തലേദിവസം നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ആ ബ്രേക്കൗട്ട് കഴിഞ്ഞുള്ള പുൾ ബാക്കിൽ നിന്നുള്ള ആ ബൈ, അല്ലെ പുൾ ബാക്കിൽ നിന്നുള്ള നെക്സ്റ്റ് ബ്രേക്കൗട്ടുള്ള ബൈ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. അടുത്തത് നെവർ എൻറ്റർ എ സ്റ്റോക്ക് വിത്തൗട്ട് എ കൺഫേം ബ്രേക്കൗട്ട് വിത്ത് വോളിയം. എപ്പോഴും ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ട്രാപ്പ് ആവുന്ന സംഗതി ഇത് കണ്ട, ഇവിടെ ബ്രേക്കൗട്ട് സോൺ ആണ്. ബ്രേക്കൗട്ട് സോണിൽ ഫസ്റ്റ് ക്യാൻഡിൽ ഹീറ്റ് ചെയ്തു, ആ ക്യാൻഡിൽ വോളിയം ഉണ്ട്, പക്ഷെ എന്താ സംഭവിച്ചത്? അത് ബ്രേക്കൗട്ട് കൊടുക്കാൻ സാധിച്ചില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് സത്യത്തിൽ സ്ട്രോങ് അപ്പർ വിക്ക് ഉണ്ടാവും. ഈ അപ്പർ വിക്ക് എന്ന് പറയുന്നത് കാണിക്കുന്നത് സത്യത്തിൽ അത് പ്രോഫിറ്റ് ബുക്കിങ്ങിനെയാണ് കാണിക്കുന്നത്. അവിടെ സ്ട്രോങ് വോളിയം നോക്ക്, സ്ട്രോങ് വോളിയം വിത്ത് സ്ട്രോങ് അപ്പർ വിക്ക് അറ്റ് എന്താ പറയണ്ടേ ബ്രേക്കൗട്ട് സോണിൽ കാണിക്കുന്നത് എന്താ കാണിക്കുന്നത്? ബേസിക്കലി അത് കാണിക്കുന്ന പ്രോഫിറ്റ് ബുക്കിങ്ങിനെയാണ്. ഈ ലെവലിൽ വന്ന സ്റ്റോക്കാണ്. ഈ 5 മിനിറ്റ് ക്യാൻഡിൽ വന്ന് ഈ ലെവലിൽ എത്തിയതിനു ശേഷം ഇവിടെ ഫസ്റ്റ് പ്രോഫിറ്റ് ബുക്കിങ്ങിന്റെ സൈൻസ് കാണിച്ചു. കാര്യം ഇവിടെ സ്റ്റോക്കിനെ ബ്രേക്കൗട്ട് ക്രോസ് ചെയ്ത് പോകാൻ സാധിച്ചില്ല. അതിനുശേഷമുള്ള നെക്സ്റ്റ് ലെവലിലേക്ക് പോയപ്പോൾ എന്താ കണ്ടത്? ഇതിനേക്കാളിലും ഈ ക്യാൻഡിലിനെക്കാളിലും എന്താ പറയണ്ടേ വളരെ വീക്ക് ആയിട്ടുള്ള ക്യാൻഡിലെ കണ്ടത്. ആ ക്യാൻഡിലും നല്ല വോളിയം ഉണ്ട്, നല്ല എക്സലന്റ് വോളിയം ഉണ്ട്. പക്ഷെ ടോപ്പ് ലെവലിൽ സ്ട്രോങ് അപ്പർ ബുക്കിംഗ് കിടക്കുന്ന മനസ്സിലാക്കേണ്ടത് അവിടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നു എന്നുള്ള മനസ്സിലാക്കട്ടെ. ഇനി ആ പ്രോഫിറ്റ് ബുക്കിംഗ് മനസ്സിലായില്ലെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ കാണിക്കുന്നത് സ്ട്രോങ് അപ്പർ ബുക്ക് ആണ്. അതെന്താ കാണിക്കുന്നത്? വീണ്ടും പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അടുത്ത ക്യാൻഡിൽ തൊട്ട് താഴെ പോയി ശരിക്കും. അടുത്ത ക്യാൻഡിൽ നേരെ സ്റ്റോക്ക് നേരെ താഴേക്ക് പോയി ശരിക്കും. ആ ക്യാൻഡിൽ തന്നെ വേറെ അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇതിന്റെ ഷെയർ ചെയ്തിരിക്കുന്നത്. ബിവെയർ ഓഫ് ഗ്രീൻ ക്യാൻഡിൽസ് ഹാവിംഗ് അപ്പർ വീക്ക് അറ്റ് റെസിസ്റ്റൻസ് ഇൻ ഹ്യൂജ് വോളിയം. മോസ്റ്റ് ഓഫ് ദി കേസസ് ദേ മേ ടേൺ ആസ് പ്രോഫിറ്റ് ബുക്കിംഗ് ക്യാൻഡിൽ. ഈ സ്റ്റോക്കിൽ നോക്ക്, ഈ 5 മിനിറ്റ് ക്യാൻഡിൽ കയറി വന്നിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പർ വീക്കുള്ള ഒരു ക്യാൻഡിൽ ഫോം ചെയ്തു. അതിൻ്റെ അകത്ത് ഡീസന്റ് വോളിയം ഉണ്ട്, നല്ല വോളിയം ഉണ്ട്, ഹ്യൂജ് വോളിയം എന്നാണ് തന്നെ പറയാം ശരിക്കും. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് ടുവേഴ്സ് ലോ ആണ് ക്ലോസ് ചെയ്തത്. ദാറ്റ് മീൻസ് ഇവിടെ മേടിച്ച ആൾക്കാരൊക്കെ ഈ ലെവലെത്തിയപ്പോഴേക്കും സ്ട്രോങ് ആയിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. അതിന്റെ ഒരു കൺഫർമേഷൻ ആണ് അടുത്ത ക്യാൻഡിൽ, സ്ട്രോങ് റെഡ് ക്യാൻഡിൽ. ആ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് എവിടെ? ക്ലോസ് ചെയ്തിരിക്കുന്നത് ലോയും ക്ലോസും ഒന്ന് തന്നെയാണ് ശരിക്കും, വിത്ത് വോളിയം ശരിക്കും. ഈ 2 ക്യാൻഡിലിൽ കുറെ ആൾക്കാർ ഇറങ്ങി ശരിക്കും. അതിനുശേഷം ആ സ്റ്റോക്കിന് ബ്രേക്കൗട്ട് കൊടുക്കാൻ സാധിച്ചിട്ടില്ല ശരിക്കും. കാര്യം ബ്രേക്കൗട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള വോളിയമോ ക്യാൻഡിൽ സ്ട്രെങ്തോ വന്നില്ല ശരിക്കും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യം. പല ആൾക്കാരും ബ്രേക്കൗട്ട് സ്റ്റോക്ക് മേടിച്ചിട്ട് ബ്രേക്കൗട്ട് ഫെയിലിയർ ആയി കഴിയുമ്പോൾ ഹ്യൂജ് ആയിട്ട് സ്റ്റോക്ക് താഴെ പോയി പൈസ പോകുന്ന ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരെല്ലാം ഇങ്ങനത്തെ ക്യാൻഡിൽ, ഗ്രീൻ ക്യാൻഡിൽ കണ്ടുകൊണ്ട് അത് ബൈ ക്യാൻഡിൽ ആണെന്നോ നമുക്ക് വിചാരിക്കാൻ പാടില്ല. കാര്യം ഗ്രീൻ ക്യാൻഡിൽ വോളിയം കണ്ടിട്ട് ബൈ ആണെന്ന് വിചാരിക്കാൻ പാടില്ല. ക്യാൻഡിൽ ക്ലോസ് ആണ് ഏറ്റവും വലിയ ഫാക്ടർ, കളറല്ല ഫാക്ടർ. ക്യാൻഡിൽ എവിടെ ക്ലോസ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ ഫാക്ടർ, കളറേ ഒരു ഫാക്ടർ അല്ല.
ക്യാൻഡിൽ എവിടെ ക്ലോസ് ചെയ്യുന്നു, എവിടെ ഓപ്പൺ ചെയ്തു, എവിടെ ക്ലോസ് ചെയ്തു. ക്യാൻഡിൽ ഓപ്പൺ ചെയ്ത ക്യാൻഡിൽ ഈ ടോപ്പിൽ എടുത്തിട്ട് ഏറ്റവും താഴെ ക്ലോസ് ചെയ്യണമെങ്കിൽ സ്ട്രോങ് ആയിട്ട് ബെയർ സ്ട്രെങ്ത്തിനെ അതിൻ്റെ അകത്ത് കാണിച്ചത്. ദാറ്റ് മീൻസ് സ്ട്രോങ് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗാണ് ഈ ക്യാൻഡിൽ കാണിച്ചത് ശരിക്കും. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ക്യാൻഡിൽ കണ്ടാൽ, ഇങ്ങനത്തെ സ്ട്രോങ് ക്യാൻഡിൽ കണ്ടാൽ മനസ്സിലാക്കണം ഈ ഭാഗത്ത് വന്ന എല്ലാ പ്രോഫിറ്റ് ബുക്കിങ്ങും ഇവിടെ നടന്നു എന്നുള്ള മനസ്സിലാക്കണം. ബി വെരി കെയർഫുൾ ഇങ്ങനത്തെ ക്യാൻഡിൽ കാണുമ്പോൾ. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത്. വിത്തിൻ 2 days നമ്മുടെ ട്രെൻഡ്സിലുള്ള ഫസ്റ്റ് വീഡിയോ ലോഞ്ചിങ് ആണ്. തീർച്ചയായും നിങ്ങളത് കാണണം. കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ സജഷൻസ് എന്നെ അറിയിക്കുക. ഏതെല്ലാം കണ്ടൻസ് ആണ് ട്രെൻഡ്സിൽ ഞാൻ ഈ പറഞ്ഞത് കൂടാതെ വേണ്ടതെന്നുള്ളത് തീർച്ചയായും ഞാനത് റെസ്പെക്റ്റ് ചെയ്യുന്നതായിരിക്കും, പരിഗണിക്കുന്നതായിരിക്കും. സൈനിങ് ഓഫ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.